ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ബിസിനസ് ചാനൽ ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോണ്ട യൂണിക്കോൺ ക്ലച്ച് ഇളക്കി നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു, ഇരപ്പാട്ട് വന്ന വണ്ടി. അപ്പോൾ അത് നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്, അതിനെക്കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ഡീസൽ അല്ലാതെ എല്ലാം ഭംഗിയായിട്ട് ക്ലീൻ വെച്ചേക്കുക. അതിൻ്റെ സാധനങ്ങൾ എല്ലാം ക്ലീൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ലച്ച് അവർക്ക് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്ത് ഡീസലിനകത്ത് കഴുകി സർവീസ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്പെയർ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഭയങ്കര അഴുക്കായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഡീസലൊക്കെ ഒഴിച്ച് കഴുകി പക്ഷേ നമുക്ക് സെറ്റിങ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതെങ്ങനെ നമുക്ക് നോക്കാം. ക്ലച്ച് ബേസിക് നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഫുൾ അസംബിൾ ചെയ്യാം. അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഫുൾ അസംബിളിയാണ്. നമുക്ക് ഇതിനകത്ത് ഹോണ്ടയുടെ പാക്കറ്റ് വരുന്നത് ഇങ്ങനെ. ക്ലച്ച് സെൻറ്റർ നമുക്ക് പ്രത്യേകിച്ച് വരുന്നുണ്ട്. സെൻറ്റർ അതിനോട് ക്ലച്ച് ബേസിക് വരുന്നുണ്ട്. ക്ലച്ച് പ്ലേറ്റ് അത് വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ബിയറിംഗ് കപ്പ് വരുന്നുണ്ട്. ഹോണ്ടയുടെ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ വരുന്ന വില MRP 1710 ഇതിനകത്ത് വരുന്ന വില. ഫുൾ അസംബിൾ ഉണ്ട്, അതുപോലെ സെറ്റിംഗ് ആണ്. ഇപ്പോൾ ക്ലച്ച് ബെല്ല് നമ്മൾ പുഷൊക്കെ തറച്ചിട്ടുണ്ട്, ലേത്തി കൊണ്ട് തറച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബുഷ് ഇട്ട് കൊടുക്കണം. ലൈറ്റായിട്ട് ഇച്ചിരി ഓയിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തും കുറച്ച് ഓയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഈ ബുഷ് ഇങ്ങനെ ഇടുക. വെച്ച് ബെല്ല് ആദ്യം നമുക്ക് കിട്ടുക. നമുക്ക് വാഷർ സെറ്റ് ചെയ്യാം. വെച്ച് ബെല്ല് വെച്ച് സെൻറ്റർ എടുക്കുക. ഇച്ചിരി ഓയിൽ ലൈറ്റായിട്ട് കച്ചി സെൻറ്ററിനകത്ത് ഇട്ട് കൊടുക്കുക. പുതിയ ഓയിലായിരിക്കണേ. ആദ്യം പേസിങ് ആണ്. ഇതിനകത്ത് നമ്പർ വരുന്ന സൈഡുണ്ട്, ഇതിൻ്റെ മാർക്കിങ്ങനെ. അത് നമുക്കിങ്ങനെ നമ്മൾ നോക്കുന്ന കണക്കുള്ള രീതി ഇടുക. അത് വീണ്ടും ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുക്കുക. ചെറുതായിട്ട് ഓയിൽ ഇങ്ങനെ നമുക്ക് പേസിങ്ങിൻ്റെ മേളിൽ കൂടെ ചെറുതായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പേസിങ് ഇട്ട ശേഷം നമുക്ക് പ്ലേറ്റ് ഇടുക. പ്ലേറ്റിൻ്റെ രണ്ട് ഈ ഒരു മുഴപ്പ് വരുന്ന ടൈപ്പ്, പൊക്കം വരുന്ന ടൈപ്പ് നമുക്കിങ്ങനെ ഇടുക. ഇതങ്ങനെ ഇട്ടു, അത് അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പൊക്കം വരുന്ന ടൈപ്പ് അകത്തോട്ട് ഇടുക. അതിനകത്ത് 5 പേസിങ്ങും 4 പ്ലേറ്റും വരും. പിന്നെ ഒന്നും കൂടി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനൊക്കെ തന്നെ വീണ്ടും നമുക്ക് ആ പേസിങ് ഇടുക. വീണ്ടും പ്ലേറ്റ് ആദ്യം ഇട്ടാണെങ്കിൽ വീണ്ടും പ്ലേറ്റ് ഇടുക. പിന്നെ പേസിങ് ഓയിൽ ഒഴിച്ച് നമുക്ക് ചെയ്യാവും. ഡ്രൈ ആയിട്ടിരിക്കുന്നതല്ലേ. പിന്നെ അത് കണക്ക് തന്നെ വീണ്ടും നമുക്ക് പേസിങ് ഓയിൽ ഒഴിക്കുക. വീണ്ടും പ്ലേറ്റ്, വീണ്ടും ഓയിൽ ഒഴിക്കുക. വീണ്ടും പ്ലേറ്റ് ഇടുക. ഇച്ചിരി ഓയിൽ ഇവിടേക്ക് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പുതിയ ഓയിൽ ഒഴിക്കാവും. വീണ്ടും പ്ലേറ്റ് ഇടുക. 5 ബേസിക്കും 4 പ്ലേറ്റും വരും. എത്തിച്ചേക്കണം. ഒരു ബേസിങ്ങുണ്ട്. വീണ്ടും അടക്കം വീണ്ടും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. വീണ്ടും ചോറ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ക്ലച്ച് സെൻറ്റർ
മേടിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യണം. ക്ലച്ച് ബെല്ല്, ക്ലച്ച് ബേസിക്കും ക്ലച്ച് സെൻറ്ററൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കറക്റ്റാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെന്നുള്ള നമുക്കിത് കാരണം ഇവിടെ ഒരു ചെറിയൊരു ഡോട്ടുണ്ട്, കാണാമോ? ഒരു ചെറിയൊരു കുത്ത്, അതേ കുത്ത് നമുക്ക് ഇതിനകത്തും വരും. അത് നമുക്കിങ്ങനെ അത് സെയിമായിട്ട് തന്നെ ഇടാം. കണ്ടില്ലേ? അപ്പോൾ ആ ഡോട്ട് രണ്ടും കറക്റ്റായിട്ട് ഇടുക. തിരിച്ചിടുമ്പോൾ അതാണ് ഇങ്ങനെ ആവും, സീറ്റിംഗ് ആവത്തില്ല. അത് അറിയാത്തവർക്കാണ് ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. അറിയുന്നവർക്ക് ഒരു വിഷയമല്ല, അവർക്കറിയാം, അനുഭവങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അവർക്കറിയാം. അറിയാത്ത പിള്ളേർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്. കാരണം ഈ ഡോട്ട് ഈ ക്ലച്ച് സെൻറ്ററിനകത്തുണ്ട്, അതേ ഡോട്ട് തന്നെ ഇതിനകത്ത് മതി. അത് രണ്ടിങ്ങനെ രണ്ടും നേർക്ക് നേർ നെട്ട് നോക്കുമ്പോൾ അറിയാം. കണ്ടോ? അത് കറക്റ്റ് പക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. നമുക്കത് സെറ്റ് ചെയ്യാം. നമുക്കൊരു ബോൾട്ട് ഇങ്ങനെ എടുത്ത് ഒന്ന് പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇടുക. അതിങ്ങനെ ഇടാവും. അത് ഒരു ഫേസിങ് ഇതിനകത്ത് ഈ ക്ലച്ച് സെൻറ്ററിൻ്റെ ഈ സൈഡിൽ വരണം, ബാക്കിയെല്ലാം ഇങ്ങോട്ട് നേർക്ക് ഇരിക്കണം. അത് വലിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഈ നട്ടൊന്ന് വാഷിലിടുക. വാഷിലിട്ട ശേഷം പത്തമ്പേരം നട്ട് നമ്മൾ പിടിപ്പിക്കുക. കൈ കൊണ്ട് മുറുക്കി കയറ്റുക. ഫ്രീ ആയിട്ട് കയറണം. കൈ കൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് കയറ്റിയിട്ടേ നമുക്ക് പിന്നെ സ്പാണ്ടിട്ട് മുറുക്കാവും. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ബോൾട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരുന്നോളും. എന്നിട്ട് നട്ടൊന്ന് ഫുൾ ടൈറ്റ് കൈ കൊണ്ടാതെ മുറുക്കുക. 10 ബോക്സ് എടുക്കുക. ഒന്ന് കൊടുക്കുക. പിന്നെ നമുക്കതിൻ്റെ ഈ ലോക്ക് പുള്ളർ ഇടാം. ഇട്ടുകൊണ്ടൊന്ന് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് മുറുക്കാം. മിഷ്യൻ വെച്ച് മുറുക്കുന്നില്ല, കൈ കൊണ്ട് മുറുക്കുക. ഇതൊക്കെ നമ്മൾ മിഷ്യൻ വെച്ച് മുറുക്കാതിരിക്കുന്നത് നല്ലത്. അത് മതി. ഇതെടുക്കുക. നമുക്ക് ഇതിനൊക്കെ 2 ബോൾട്ട് അങ്ങോട്ട് പിടിപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നാക്കി നോക്കുക. നമുക്കിന്ന് ഓക്കെ. ഇനി നമുക്കതിൻ്റെ സ്പ്രിങ്ങും ബാക്കിയുള്ള സാധനം ഇട്ട് മുറുക്കാം. 4 സ്പ്രിങ് നമ്മൾ ണ്ട്. പുതിയ നമുക്ക് വരുന്നുണ്ട്. ക്ലച്ച് ബേസിൻ്റെ അവിടെ നമുക്ക് ഇതും പുതിയ വരുന്നുണ്ട്. നമുക്കിത് പുതിയ തന്നെ ഇടാം. വേണ്ടി അത് നമുക്കൊരു നീളമുള്ള ബോൾട്ട് വെച്ച് നമുക്ക് പിടിപ്പിച്ചെന്ന് വെച്ചേക്കാം. ഇതെല്ലാം അതിനകത്ത് വരുന്ന ബോൾട്ട് ഒന്ന് പിടിപ്പിച്ച് വയ്ക്കാം. നീളമുള്ളതുകൊണ്ടെങ്കിൽ പിടിപ്പിച്ച് വയ്ക്കാം. കണ്ടില്ലേ? എന്നിട്ട് നമുക്കൊരു 10-ൻ്റെ ഇതിന് സെയിം ബോൾട്ട് 10-ൻ്റെ അങ്ങനെ ബോൾട്ട് നീളമുള്ള ബോൾട്ടിട്ട് വലിച്ച് പിടിക്കുമ്പോൾ നമുക്ക് ആ ബെല്ല് ഇങ്ങോട്ട് തള്ളിക്കിട്ടും. അപ്പോൾ നമുക്ക് മുറുക്ക ഈ 10-ൻ്റെ ബോൾട്ട് നീളം കുറവാണ്. അപ്പോൾ നമുക്ക് മുറുക്കാൻ എളുപ്പമാണ്. അവിടെ എത്ര നീളമുള്ളൂ അത് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എത്തി മുറുക്കാകത്തില്ല. കണ്ടില്ല എത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് തള്ളി വെച്ച് മുറുക്കുമ്പോൾ സുഖമായിട്ട് നമുക്ക് മുറുക്കാം. പത്തിന് ടീ എടുത്തുകൊണ്ട് നമ്മൾ മുറുക്കുക. ചുമ്മാ ഒറ്റ സൈഡ് മുറുക്കരുത്, കോണോട് കൂടി മുറുക്കുക. ഇതവിടെ അപ്പോൾ സ്പ്രിങ് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഈ സൈഡ് നോക്കുക.
കോണോട് കോണ് മുറുക്കുക. അതവിടെ സ്പ്രിങ് വീണിട്ടില്ല. ഇങ്ങോട്ട് കാണിതി കണ്ടോ, സ്പ്രിങ് കറക്റ്റ് വീണിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടോ ഇങ്ങനെ കറക്റ്റ് കവർ ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കണം. അകത്തും അതിനൊക്കെ നമുക്ക് ഇവിടെ അടുത്ത് അകത്തോടെ അതിനകത്തും കവർ ചെയ്ത് കിടക്കും. 4 സ്പ്രിങ് കറക്റ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് മുറുക്കാവും. ഇവിടെ കറക്റ്റ് ഇനി നമുക്ക് 4 നമുക്ക് മുറുക്കാം. ഫുൾ ടൈറ്റ് ആയിട്ട് ഓയിൽ ഫിൽറ്റർ ഇത് ഇടാൻ മറക്കരുത്. അതിവിടെ വരും. ഓയിൽ പമ്പിൻ്റെ ബീലാണത്. ആ ബീൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ട് കാണിക്കാം. ഇതിനകത്ത് കറക്റ്റ് സ്റ്റോപ്പറുണ്ട്. ആ സ്റ്റോപ്പർ ഇതുമായിട്ട് കറക്റ്റായിട്ട് തള്ളി കയറ്റിയാൽ മതി. ഈ ബീലായിട്ടത് ഫിറ്റാവും. കണ്ടില്ല ഇങ്ങനെ ഇത്ര ഉള്ളൂ. ഒരു വാഷറുണ്ട്. ആ വാഷർ ശ്രദ്ധിക്കണം. അത് കീറിയിട്ടുണ്ട്. കണ്ടില്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് നിട്ടാൽ മതി. ഞാൻ ഇങ്ങനെ ഇടാം. ഇട്ടുണ്ട് ഈ വാഷർ. അതായത് അതിട്ടുണ്ട്. അതും കൂടി ഇടാം. നമുക്ക് ക്ലച്ച് ബെയറിംഗ് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറ്റ് മൊത്തം ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ അഴുക്കുകളുണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആയി. നമുക്കിവിടെ എടുക്കാം. ഇച്ചിരി ഓയിലൊന്ന് നമുക്കൊന്ന് റൂപീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഒരു വാഷർ അവിടെ വരുന്നുണ്ട്. ആ വാഷർ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നട്ടിടാം. വാഷർ ഇട്ട ശേഷം നമുക്ക് നട്ടിടാം. പിന്നെ നമുക്ക് ഈ ടൈപ്പ് കൂളറാണ് വേണ്ടത്. നട്ടെല്ലാം നമ്മൾ നോർമൽ പിരി തന്നെ, മുറുക്കുന്ന കണക്കുള്ള പിരി തന്നെ. മുറുക്കുന്ന മാത്രം നോക്കിയിട്ട് മുറുക്കുക. ക്രോസായിട്ടാവരുത്. കൈ കൊണ്ട് ഇതിനൊക്കെ ഫുള്ള് മുറുക്കിയിട്ട് ഒരു സ്പാട്ട് ഇട്ടാൽ മതി. നമുക്കിത് മുറുക്കാം. ഈ വീല് തമ്മിൽ ലോക്ക് ചെയ്യുന്ന ഈ സ്പാട്ട് എടുക്കാം. നമുക്ക് ഇത് അടിയിലോട്ട് ഒന്ന് ലോക്ക് ചെയ്യാം. ആ 2 വീലുകൾ തമ്മിൽ ലോക്ക് ചെയ്തിട്ട് ഇതെങ്ങനെ പിടിക്കാം. ഇങ്ങനെ ലോക്ക് വെച്ചുകൊണ്ട് മുറുക്കാം നമുക്ക്. ഓക്കെ, ഇത്ര മതി. എന്നിട്ട് നമുക്ക് വേണ്ട ഊരി മാറ്റുക. അതിന് നമ്മൾ ബീല് നമുക്ക് ഊരി മാറ്റാൻ ആ പിള്ളേരെ ഊരി മാറ്റുക. ബീൽ ഇട്ടുകൊണ്ട് കറക്കി നോക്കണം. ഈ ബീല് കറക്റ്റായിട്ടാണ് കിടക്കുന്നതെന്ന്. ഓക്കെ, മതി. നമുക്കതിന് കപ്പ് സെറ്റ് ചെയ്യാം. അതിൻ്റെ പാക്കിംഗ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഒന്ന് പാക്കിംഗ് കുഴപ്പമില്ല. അതിന് 3 സ്ക്രൂ ഇടാം. ഫുൾ ടൈറ്റ് ചെയ്യണം. ഇതൊക്കെ ഓട്ടത്തിൽ ഇളകിപ്പോവും. ഇളകിപ്പോയി കഴിഞ്ഞാൽ എല്ലാം അടിച്ച് വീലൊന്ന് ക്രാങ്ക് എല്ലാം പോകും. ഇതെല്ലാം പൊട്ടിപ്പോവും.
ഒരുപാട് വണ്ടി അങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്ക് രണ്ട് സ്റ്റഡി പുഷ് ഇടുക, മറക്കരുത്. സ്റ്റഡി ചെയ്യുന്ന പുഷാണ്. കവർ സ്റ്റഡി ആയിട്ട് കൊടുക്കുക. രണ്ട് സൈഡ് 2 പുഷ് എടുത്തോളൂ. പാക്കിങ്, പുതിയ പാക്കിങ് നമുക്ക് സെറ്റ് ചെയ്യാം. ഗ്രീസ് ലൈറ്റായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി, സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഗ്രീസ് ഇടുന്നത്. ഗ്രീസിൻ്റെ ആവശ്യം വരുന്നില്ല, പശയുടെ ആവശ്യമൊന്നുമില്ല. പതുക്കെ കീറാതെ, ഒരുപാട് കട്ടിയൊന്നും ഉള്ള പേപ്പറല്ല, കട്ടി പറഞ്ഞ പാക്കിങ്ങൊക്കെയാണ്. അപ്പോൾ നമുക്കത് പതുക്കെ ചെടി പുസ്തകത്ത് കയറ്റി വയ്ക്കുക. ഇനി നമുക്ക് കവർ സെറ്റ് ചെയ്യാം. പിന്നെ ക്ലീൻ ചെയ്ത് എയറൊക്കെ അടിച്ച് വെച്ചേക്കുക. ഇത് നമുക്ക് കാണിക്കും. കണ്ടേ സ്പ്രിങ് ഇതിനകത്ത് സ്റ്റോപ്പറായി കിടക്കും. കണ്ടില്ലേ, സ്പ്രിങ് ഇങ്ങനെ സ്റ്റോപ്പറായി ഇങ്ങനെ കിടക്കും. കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കും. കറക്റ്റ് കൊണ്ടുവന്നിട്ട് സ്പ്രിങ് രണ്ടായി കവറിനകത്ത് സ്റ്റോപ്പറായി കിടും. എന്നാലേ ഇങ്ങനെ പോകത്തുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു വെട്ടുണ്ട്. സാധാരണ ഇപ്പോൾ നമുക്കിത് ഇളക്കുമ്പോൾ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിശയില്ലാതെ നിൽക്കും. ഇത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരിക. ലിവർ കറക്റ്റായിട്ട് കണ്ടേ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഈ സ്പ്രിങ് ഇതിനകത്ത് പൊള്ളിക്കുക. എന്നിട്ട് ഈ കുഴിക്കാതെ നോക്കുമ്പോൾ ഓൾറെഡി ഈ കുഴിക്കകത്ത് കറക്റ്റായിട്ട് കുഴിക്കകത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ലിവർ കൈയോട്ട് ഈ ലിവർ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു കുഴി കാണാം. ഒരു സ്റ്റെപ്പാണെന്നാണ്ട, ആ സ്റ്റെപ്പിനകത്ത് നമുക്ക് ഇത് ഇടണം. ഇത് ഇച്ചിരി കോമഡിയൊക്കെ ഉണ്ട്, അല്ലേ ആൾക്കാർക്ക് ബോറടിക്കും. ഇത് ഇങ്ങനെ എടുക്കുക. ഇച്ചിരി ലൈറ്റ് ഗ്രീസ് വേണ്ട, ഒരുപാട് വേണ്ട, ലൈറ്റായിട്ട് ഗ്രീസ് ഇങ്ങനെ എടുക്കുക. ഈ ഗ്രീസിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല, നീളായി പോകാതിരിക്കാനാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വിരലുകൊണ്ട് പ്രസ് ചെയ്ത് തള്ളി പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലിവർ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് പൊങ്ങി വരും. ഇത് പൊങ്ങി വരുമ്പോഴാണ് ഈ ബെയറിങ്ങിനെ അങ്ങോട്ട് അമർത്തുമ്പോഴാണ് ആ സിസ്റ്റം നടക്കുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആയിട്ട് അതിൻ്റെ അർത്ഥം സ്പ്രിങ് തട്ടോടെ കിടക്കുക. നമുക്ക് കുറച്ചുകൂടെ സെറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഗ്രീസ് ഇതിനകത്ത് കൊടുക്കാം. വേണ്ടേ, ഇന്ന് ഫ്രീ ആയിട്ട് കയറി പോകാനാണ്. ഫിറ്റർ ഷാഫ്റ്റാണത്. അപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്താൽ പതുക്കെ ഇതൊന്ന് ചുറ്റിയിട്ടുണ്ട്. പതുക്കെ തട്ടി എല്ലാം ഓക്കെ ആയിട്ട് ഇനി നമുക്ക് ബോൾട്ട് ഇടാം. കൊച്ചി കേബിളിൻ്റെ ആ കുത്തിയാണ്, അത് നമുക്ക് ചുറ്റിയിട്ട് അതിൻ്റെ ബോൾട്ട് ഇട്ട് എല്ലാം ഒരണക്കിന് മുറുക്കുക. ഇങ്ങനെ ഒരണക്ക് മുറുക്കി പോയാൽ മതി. ഇത്ര ഞങ്ങൾ കൊച്ചി അവൾ പിടിപ്പിക്കാം. മതി. അതുകൊണ്ട് ഷാർട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് നമുക്ക് ക്ലച്ച് വെച്ച് കൊടുക്കാം. മതി. നമുക്ക് എക്കറ് സെറ്റ് ചെയ്യാം. 12 റൺസ് എടുത്തിട്ടുണ്ട്. 12 ബോൾട്ട് വരുന്നുണ്ട്.
ശേഷം ഓയിൽ ഒഴിക്കുകയാണ്. പുട്ടസ്റ്റ് ഇട്ട് മുറിക്കിയിട്ടുണ്ട്, ഓയിലിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓടിച്ചു നോക്കാം. നമുക്ക് തേരിക്കകത്ത് നിർത്തി കയറി നോക്കാം. അതിവിടെ ആയിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം നമുക്ക്.